ഷവർമ സിമ്പിളായിട്ട് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ബീഫാണ്. അത് നമുക്ക് ചെറുതായിട്ട് എങ്ങനെ അരിയാന്ന് കാണിച്ചു തരാം. ബീഫ് ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ നല്ല കനം കുറച്ച് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. ഇതേപോലെ നല്ല നൈസിൽ വേണം അരിയാൻ കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ നൈസിൽ വേണം അരിയാൻ. ഇനി നമുക്ക് ഇതെടുത്തിട്ട് പിന്നെയും ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ അരിയാം. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ എല്ലാ ഇറച്ചിയും ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഇറച്ചിന് മസാല പുരട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള തൈര് വേണം ഒഴിച്ചു കൊടുക്കാം കേട്ടോ മക്കളെ. നമുക്കിനി ഇതിൽ 1/2 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് കാശ്മീർ മുളക് പൊടി, 1 ടീസ്പൂണ് ഉപ്പ്. ഇനി നമുക്കിതിൽ 4-5 വെളുത്തുള്ളി പേസ്റ്റ് പോലെ അരച്ചതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 നാരങ്ങയുടെ നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വലിയ നാരങ്ങയുടെ നീര് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. ഇത് നമുക്കിനി നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഈ മസാല പുരട്ടിയ ഇറച്ചി 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ വെക്കണം. നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ രാത്രി ഇതിൽ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ കുറച്ചുകൂടി നന്നായിരിക്കും. ഇത് മസാല പുരട്ടി എത്ര ഇരിക്കണോ അത്രത്തോളം ടേസ്റ്റ് കൂടുതലുണ്ടാവും. ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. നമുക്കിനി ആദ്യം ഒരു ക്യാരറ്റ് അറിയാം. ആദ്യം നമുക്ക് ഇങ്ങനെ കനം കുറച്ച് ഇങ്ങനെ റൗണ്ടിൽ അരിഞ്ഞെടുക്കാം. ഇങ്ങനെ അരിയാം. ഇതേപോലെ ക്യാരറ്റൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കക്കരിക്ക അരിഞ്ഞെടുക്കാം. നമ്മൾ ക്യാരറ്റ് അരിഞ്ഞതുപോലെ അരിഞ്ഞെടുക്കണം. ഒക്കെ ഇതേപോലെ അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഒരു പകുതി ക്യാബേജും കൂടി അതേപോലെ അരിഞ്ഞെടുക്കാം. ഈ ക്യാബേജിന് പകരം ശരിക്ക് വേണ്ടത് ലെറ്റ്യൂസാണ്. അത് ഞങ്ങളുടെ നാട്ടിൽ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ക്യാബേജ് എടുത്തത്. അത് തന്നെ വേണമെന്നൊന്നുമില്ല, ക്യാബേജ് ആയാലും മതി. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അപ്പം ഇതേപോലെ ആയി. കണ്ടില്ലേ, കനം കുറഞ്ഞിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ആക്കി വെക്കാം. നമുക്കിനി ഒരു ഉള്ളിയും കൂടി നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇനി നമുക്കൊരു തക്കാളിയും കൂടി അതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പം ഇറച്ചി വെച്ചിട്ട് 3 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചിനൊന്ന് പൊരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു അടി കട്ടിയുള്ള ചട്ടിയാണ് അടുപ്പത്ത് വെക്കുന്നത്. നമ്മൾ ഈ ഗ്രിൽ പാനിൻ്റെ പകരമാണ് ഇത് വെച്ചിട്ടുള്ളത്. അത് തന്നെ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. ഇപ്പം ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതിയേ. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ മസാല പുരട്ടി വെച്ച ഇറച്ചി ഇതിൽ കുറേച്ചാ വാരിയിടാം. ഇത് നമുക്കിനി ഒന്ന് പരത്തിയിടാം. പരത്തിയിട്ടിട്ട് നമുക്ക് 5 മിനിറ്റ് ഒരു സൈഡ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിട്ടിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഇറച്ചി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ഇനി ഒരു 5 മിനിറ്റും കൂടി ഇതിരുന്ന് വേകട്ടെ. അങ്ങനെ നമ്മുടെ ബീഫ് ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. നമുക്ക് ഇതിന് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഇറച്ചി എല്ലാതും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്കിനി കോരിയെടുക്കാം. ഈ ചട്ടിയിൽ തന്നെ നമുക്ക് നമ്മുടെ ഈ കുബൂസ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിന് കുബൂസ് ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിനി എടുക്കാം. ഈ കുബൂസിന് പകരം ടോക്കിയോ ബ്രെഡ്, ചപ്പാത്തി, പൊറോട്ട ഇതിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മക്കളെ. അങ്ങനെ ഷവർമ്മയ്ക്കുള്ള എല്ലാ സാധനവും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമ്മ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് ഒരു കുബൂസ് എടുത്ത് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് മൈനസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ പൊരിച്ച ഇറച്ചി ബീഫ് എടുത്ത് കുറച്ച് ഇങ്ങനെ നീളത്തിൽ വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് കക്കരിക്ക വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് ക്യാരറ്റ് വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് ക്യാബേജ് വെച്ച് കൊടുക്കാം. ഇനി 2-3 തക്കാളിയുടെ കഷ്ണം കൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് 2-3 ഉള്ളി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ചുകൂടി മൈനസ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഇങ്ങനെ നന്നായിട്ടൊന്ന് മടക്കി ചുരുട്ടി ഉരുട്ടിയെടുക്കുക. എടുത്തിട്ട് ഈ സൈഡ് എന്താ ചെയ്യണം, ഇതേപോലെ ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ കുത്തി കയറ്റി കൊടുക്കുക. അതേപോലെ തന്നെ ഈ സൈഡും അങ്ങനെ നമ്മുടെ ബീഫ് ഷവർമ്മ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഷവർമ്മയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം ഇത് മുറിച്ച് നോക്കാം. അയ്യവാ, ഇത് കണ്ടില്ലേ, അടിപൊളിയായിട്ട് നമ്മുടെ ഷവർമ്മ റെഡി ആയിട്ടുണ്ട് കേട്ടോ മക്കളെ. കണ്ടില്ലേ, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നീ ഇത് തിന്നി നോക്കിയടാ മോനെ, നമ്മുടെ ഷവർമ്മ എങ്ങനെ ഉണ്ടെന്ന്. രസമുണ്ടല്ലേ. അങ്ങനെ നമ്മുടെ ഷവർമ്മ റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ.